ജനങ്ങൾ എത്രമാത്രം രാഷ്ട്രീയ അടിമത്തത്തിന് വിധേയരാണ് എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ഓരോ സർക്കാർ സംവിധാനങ്ങളിലെയും വീഴ്ചയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ജനങ്ങൾക്ക് വേണ്ടിയോ രാഷ്ട്രത്തിന് വേണ്ടിയോ അല്ല സംസാരിക്കുന്നത്, മറിച്ച് തങ്ങൾ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് സംസാരിക്കാറുള്ളത്. ഭൂരിപക്ഷം ജനങ്ങളും അങ്ങനെ തന്നെ. അവർ ഉൾപ്പെടുന്നതും പിന്തുണയ്ക്കുന്നതുമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മുഖമിരിക്കാനാണ് അവർക്കും താല്പര്യം. മേഘം മുട്ടുന്ന കെട്ടിട സമുച്ചയങ്ങളുള്ള വണ്ടാരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരും നേഴ്സുമാരും അടക്കം ആവശ്യത്തിന് ജീവനക്കാരില്ലെന്ന വസ്തുത നമ്മൾ തിരിച്ചറിയണം. കസേരകളും മറ്റുപകരണങ്ങളും അടക്കം ഒരുപാട് ലൊട്ടിലൊടുക്കി സാധനങ്ങൾ കെട്ടിക്കിടക്കുന്ന ചെറിയൊരു ആക്രിക്കട കൂടെയാണ് നമ്മുടെ മെഡിക്കൽ കോളേജ്. കുറ്റം പറയരുതല്ലോ, എല്ലാ പ്രമുഖ സ്ഥാപനങ്ങളിലെയും എന്നതുപോലെ ഇതൊക്കെ നന്നാക്കാനുള്ള പണിക്കാരും മെഡിക്കൽ കോളേജിന് സ്വന്തമായുണ്ട്. ഒരുപക്ഷെ അവരുടെയൊക്കെ ഉപജീവന മാർഗം തടസ്സപ്പെടുത്തരുതെന്ന് കരുതിയായിരിക്കണം അങ്ങേയറ്റം ക്വാളിറ്റി കുറഞ്ഞ സാധന സാമഗ്രികൾ തന്നെ മെഡിക്കൽ കോളേജിലേക്കായി തിരഞ്ഞെടുക്കാറുള്ളത്. ഫ്ലഷ് ചെയ്താൽ വേസ്റ്റ് പോകാത്തത്ര ദുർബലമായ ടോയ്ലറ്റുകളും പണിമുടക്കിയ ലിഫ്റ്റുകളും വിണ്ടുകീറിയ തറകളും മാൻഹോളുകളുടെ അഭാവത്താൽ മലിനജലം ഒഴുകുന്ന കോമ്പൗണ്ടുകളും അതുകൊണ്ടൊക്കെ തന്നെ ഐസിയുവിലടക്കം പെറ്റുപെരുകിയ കൊതുകുകളും അടങ്ങുന്നതാണ് നമ്മുടെ സ്വന്തം മെഡിക്കൽ കോളേജ്.